വയനാട് മേപ്പാടിക്കടുത്ത് നല്ലന്നൂരിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. പ്രദേശത്തെ നിരവധി വളർത്തുമൃഗങ്ങളെ പുലി കൊന്നിരുന്നു. പ്രദേശവാസികൾ പ്രതിഷേധത്തെ തുടർന്നാണ് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേർന്നു. ഐസൻ, വിവരങ്ങൾ. തീർച്ചയായും ഇന്ന് ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് പുലി കുടുങ്ങിയത്. പ്രദേശത്ത് നിരവധി വളർത്തുമൃഗങ്ങളെയും കന്നുകാലികളെയും എല്ലാം തന്നെ ആക്രമിക്കുകയും കൊല്ലുകയും തിന്നുകയും ചെയ്തിരുന്ന ഒരു പുലിയായിരുന്നു. പുലി പ്രദേശത്ത് ഭീതി വിതയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുകയും പുലിയുടെ കൂട് സ്ഥാപിക്കുകയും ചെയ്തത്. ഇന്ന് 8 മണിയോടുകൂടിയാണ് പുലി കുടുങ്ങിയ വിവരം നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അറിഞ്ഞത്. പുലി താരതമ്യേന പ്രായം കുറഞ്ഞൊരു പുലിയാണ് എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്നാൽ ഇതിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് മറ്റ് വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. പുലിയെ വിദഗ്ധ പരിശോധന നടത്തിയതിനു ശേഷം കാട്ടിലേക്ക് തുറന്നു വിടണമോ അതോ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റണമോ എന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. നിലവിലെ സാഹചര്യത്തിൽ പുലിയെ അടിയന്തരമായി അവിടെ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള നീക്കങ്ങളും തുടരുകയാണ്. നിരവധി നാട്ടുകാർക്ക് ശല്യമായിരുന്ന അല്ലെങ്കിൽ വലിയ ഭീതി സൃഷ്ടിച്ചിരുന്ന ഒരു പുലിയാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് എന്ന ആശ്വാസത്തിലാണ് നാട്ടുകാരിപ്പോൾ മേപ്പാടിക്കടുത്തുള്ള നല്ലന്നൂരിൽ ഉള്ളത്. നിഖിൽ. വയനാട് മേപ്പാടിക്കടുത്ത് നല്ലന്നൂരിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. വിവരം നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്നും ഐസൻ ജോസ്.